കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സെക്ടർ 1-ൽ നടന്ന പെൺകുട്ടിയുടെ മരണം ഇപ്പോൾ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. മരത്തിൽ നിന്ന് വീണാണ് യുവതി മരിച്ചതെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ ഇത് മരത്തിൽ നിന്ന് വീണുള്ള മരണമല്ല, മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗസ്റ്റ് ഹൌസിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. മെയ് 19-ന്, അതായത് ഇന്നലെയാണ് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സെക്ടർ 1-ൽ ഒരു യുവതിയുടെ മരണം സംഭവിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. മരിച്ച പെൺകുട്ടി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ക്യാബിൽ സോൾട്ട് ലേക്കിലെ ഗസ്റ്റ് ഹൌസിലേക്ക് പോയതാണ്. ഇതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരണപ്പെട്ട പെൺകുട്ടിയോടൊപ്പം അവളുടെ സുഹൃത്തുക്കളും മറ്റു 2 ആൺ സുഹൃത്തുക്കളുമായിരുന്നു ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നത്. 4 പേരും ഗസ്റ്റ് ഹൌസിലെത്തി മണിക്കൂറുകൾക്കകമാണ് പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. പെൺകുട്ടി മരത്തിൽ നിന്ന് വീണു എന്ന് പറഞ്ഞായിരുന്നു സുഹൃത്തുക്കൾ അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് ഡോക്ടർമാർ അവളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഗസ്റ്റ് ഹൌസിന് സമീപം നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു മാവുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് മാമ്പഴം പറിക്കാൻ കയറിയ പെൺകുട്ടി മരത്തിൽ നിന്ന് അബദ്ധത്തിൽ കാൽവഴുതി വീണാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നായിരുന്നു സുഹൃത്തുക്കൾ ഡോക്ടർമാരോട് വ്യക്തമാക്കിയത്. എന്നാൽ ഈ മരണത്തിന് പിന്നാലെ ഉയർന്നു വരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. മരത്തിൽ നിന്ന് വീണാണ് മരണമെന്ന സുഹൃത്തുക്കളുടെ വാദം അംഗീകരിക്കാൻ ഇതുവരെ പെൺകുട്ടിയുടെ കുടുംബം തയ്യാറായിട്ടില്ല. തങ്ങളുടെ മകൾ മരത്തിൽ കയറാൻ ഇടയില്ലെന്നും മകളെ കാറിൽ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. কালকে মার সাথে কাজে ফাজে গেছিল, কাজ ফাজ করে এলো তো আমার ফ্যামিলি বললো কি কোনো জায়গায় যাসনি মা। তখন ফোনের সাথে যোগাযোগ করলো, এই 2টো ছেলে ছিল আর একটা ওর খালাতো বোন, ওর সাথে হয়ে এরম রাত্রেবেলা ঘটনা হয়ে গেছে। বলছে গাছ থেকে পড়ে গেছে। এইদিকে স্যার বলছে কি এইদিকে কোথায় আম গাছ আছে নাকি, তেমনি কোথা থেকে পড়েছে না পড়েছে সেটা আমরা দেখবো। ওখানে ক্যামেরা আছে, সে ক্যামেরাটা বলছে চেক করবো, যদি গাছ থেকে পড়ে তো ক্যামেরাতে উঠে যাবে। এই সকালবেলা খবর পেয়েছি তো আমরা ওই সকালবেলা 6টা সাড়ে 6টার সময় এদিকে ঢুকলো। কালকে মার সাথে কাজে ফাজে গেছিল, কাজ ফাজ করে এলো তো আমার ফ্যামিলি বললো কি কোনো জায়গায় যাসনি মা। তখন ফোনের সাথে যোগাযোগ করলো, এই 2টো ছেলে ছিল আর একটা ওর খালাতো বোন, ওর সাথে হয়ে এরম রাত্রেবেলা ঘটনা হয়ে গেছে। বলছে গাছ থেকে পড়ে গেছে। এইদিকে স্যার বলছে কি এইদিকে কোথায় আম গাছ আছে নাকি, তেমনি কোথা থেকে পড়েছে না পড়েছে সেটা আমরা দেখবো। ওখানে ক্যামেরা আছে, সে ক্যামেরাটা বলছে চেক করবো, যদি গাছ থেকে পড়ে তো ক্যামেরাতে উঠে যাবে। এই সকালবেলা খবর পেয়েছি তো আমরা ওই সকালবেলা 6টা সাড়ে 6টার সময় এদিকে ঢুকলো। ওরা 14 নম্বর লক গেট থেকে নিবে। হ্যাঁ, ছেলেটার নাম হচ্ছে পাপ্পু। হ্যাঁ, আরেকটা ছেলে ওর সাথে আছে, আরেকটা মেয়ে ওর ভেতরে আছে, রুবিনা খাতুন। 10 মিনিট আগে আমার বোন থাকে। এবার বলে আমি খালার কাছে আছি। এবার আমি ফোন করেছি, বলে আমি ওখানে আসি বলে এবার আমার মেয়ে এবার ওদের সাথে গেছে কি এইটা আমি জানিনি। এবার আমার বোনের মেয়ে ফোন করে বলছে যে খালা মোকাম অ্যাক্সিডেন্ট, মোকাম আম গাছতে পড়ে গেছে, এই কথা এটা হচ্ছে സകാൽവേള. আমার ധാരണ ওরা റേപ്പ് করেছে. മരണത്തിൽ സംശയമുന്നയിച്ച പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം അന്നേ ദിവസം പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന 2 യുവാക്കളെയും ഒരു സ്ത്രീയെയും പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും 3 പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗസ്റ്റ് ഹൌസിലെ CCTV ദൃശ്യങ്ങളും 3 പേരുടെയും ഫോൺ കോൾ രേഖകളും ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ടുകളും അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ വ്യക്തത പോലീസിനും ലഭിക്കൂ. സംഭവം നടന്ന ദിവസം രാത്രി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വലിയ തരത്തിലുള്ള ബഹളം കേട്ടിരുന്നുവെന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. നിലവിൽ 2 സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരപകടം അല്ലെങ്കിൽ ആസൂത്രിതമായ കൊലപാതകം. കൂടാതെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പ്രകാരം ലൈംഗിക പീഡനത്തിന്റെ വശവും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ പോലീസ് കൂടുതൽ ശ്രദ്ധ നൽകിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. കുടുംബത്തിന്റെ ആരോപണം ശരിയാണോ എന്നതിൽ അടക്കം ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.